ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം നമ്മുടെ അനുഭവങ്ങളാണല്ലോ. നമ്മൾ പഠിച്ചതും അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തന്നതൊന്നുമല്ല, നമ്മൾ അനുഭവിച്ചതാണ് നമ്മുടെ ഏറ്റവും വലിയ പാഠം. ഞാനെപ്പോഴും പറയുന്നത് നമ്മുടെ സാധാരണക്കാരായ പ്രവാസികളുടെ കാര്യങ്ങളാണ്. അതൊന്നും ഉൾക്കൊള്ളാൻ ചിലപ്പോൾ നല്ല ഹൈ ലെവലിൽ പോകുന്ന പ്രവാസികൾക്കൊന്നും പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും അതിനെ എതിർത്ത് എൻ്റെ മുമ്പിലും പറയാറുണ്ട്. നമ്മൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളമൊക്കെ നമ്മുടെ ശമ്പളം മാത്രമാണ്, ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം മാത്രമാണ് നമ്മുടെ ആകെ ഉള്ളൊരു സമ്പാദ്യവും നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അതിൻ്റെ മേലെയാണ്. അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മളൊരു ജീവിത രീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നെത്തും. പെട്ടെന്നൊരു സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ വന്ന് നമ്മളാകെ വഴിമുട്ടും. നമ്മളെവിടെയോ ബ്ലോക്കായ പോലെ മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ളൊരു വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചുറ്റും ഇങ്ങനെ നോക്കും. പിടിവള്ളികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നല്ല കനുള്ള പിടിവള്ളിയൊക്കെ കാണുമ്പോൾ ഒന്ന് പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാവില്ല. തിരിഞ്ഞു നോക്കില്ല. നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയാലും ചില ആളുകൾ തിരിഞ്ഞു നോക്കില്ല. ഇങ്ങനെ പ്രയാസപ്പെട്ടാലും കുറച്ച് നേരത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും, ടെൻഷനായി പോകും, ഇതെങ്ങനെ ഞാൻ ഓവർകം ചെയ്യുമെന്നുള്ള. പക്ഷേ ചില ആളുകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ദൈവത്തിൻ്റെ മനസ്സുള്ള ആളുകൾ. അങ്ങനെ അനുഭവം എനിക്കുണ്ടായപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കണം തോന്നിയാണ്. അങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിലുള്ളിടത്തോളം കാലം നമ്മൾക്കുള്ള സാധാരണക്കാർക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. കുറച്ച് നേരത്തെ ഒരു കൺഫ്യൂഷനാണുള്ളത്, എന്ത് ചെയ്യും എന്നുള്ളൊരു. പക്ഷേ അതിന് പരിഹാരമായിട്ട് ചില ആളുകൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും.